കാസർഗോഡ് എരിയാൽ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയില്ല. റോഡരികിൽ നിർത്തിയിട്ട 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളുമാണ് അപകടത്തിൽ തകർന്നത്. ഇത്രയേറെ നഷ്ടങ്ങളുണ്ടായ അപകടം ദേശീയപാത സർവീസ് റോഡ് വഴിയുള്ള യാത്രയെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കാസർഗോഡ് എരിയാൽ അടിപ്പാതയ്ക്ക് സമീപത്ത് ഞായറാഴ്ച രാവിലെ 6ഓടെയാണ് നാടിനെ നടുക്കിയ വൻ അപകടമുണ്ടായത്. കർണാടക ഹുബ്ലിയിൽ നിന്നും പഞ്ചസാരയുമായി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ലോറി ഇടിച്ചു കയറിയതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട 10ലേറെ ഇരുചക്ര വാഹനങ്ങളും വൈദ്യുതി തൂണുകളും സിഗ്നൽ ലൈറ്റുകളും അപകടത്തിൽ തകർന്നു. വാടക വീടുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇരുചക്ര വാഹനങ്ങളാണ് തകർന്നത്. സർവീസ് റോഡരികിലായിരുന്നു ഇവ നിർത്തിയിട്ടിരുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ, സൈൻ ബോർഡുകൾ, കണ്ണാടികൾ, റീറ്റെയിനിംഗ് വാൾ, വൈദ്യുതി ഇലക്ട്രിക് പോസ്റ്റ് എന്നിവയും തകർന്നിട്ടുണ്ട്. 1.06 ലക്ഷം രൂപയുടെ നഷ്ടം നേരിട്ടതായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത ULCCS PRO മനീഷ് കുമാർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വൈദ്യുതി തൂണുകളിൽ ഉൾപ്പെടെ ഇടിച്ചതിനാൽ ലോറിക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപകടം നടന്നത് ഞായറാഴ്ചയായതിനാലും രാവിലെ ആയതിനാലും തിരക്ക് കുറവായിരുന്നു. മറ്റു വാഹനങ്ങളും കാൽനട യാത്രക്കാരുമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. അപകടത്തിൽ തകർന്ന ഇരുചക്ര വാഹനങ്ങളുടെ ഉടമകൾ പരാതി നൽകുവാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ലോറി ഉടമ കർണാടകയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്നും അവരെത്തിയതിനു ശേഷം ഇരുചക്ര വാഹന ഉടമകളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും പോലീസ് അറിയിച്ചു. ആളപായമില്ലാത്തതിനാൽ ഡ്രൈവർക്ക് സ്റ്റേഷനിൽ നിന്നു തന്നെ ജാമ്യം ലഭിച്ചേക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.